BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി 16 ജാമ്യാപേക്ഷ പരിഗണിക്കും. പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. 15 വൈകിട്ട് കോടതിയിൽ ഹാജരാക്കണം. 16 ജാമ്യാപേക്ഷ പരിഗണിക്കും. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. അറസ്റ്റ് ചട്ടവിരുദ്ധമാണെന്നും രാഹുലിന്റെ അഭിഭാഷകർ വാദിച്ചു. രാഹുലിനെ പാലക്കാട് എത്തിച്ച് തെളിവെടുക്കും. കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണമെന്നത് പാലിച്ചില്ല. അറസ്റ്റ് ചെയ്തപ്പോൾ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിയിച്ചില്ല. ചട്ടം ലംഘിച്ചാണ് പരാതി സ്വീകരിച്ചത്. ഭരണഘടനാവകാശ ലംഘനമുണ്ടായി. സാക്ഷികൾ വേണമെന്ന മിനിമം കാര്യങ്ങൾ പോലും പാലിച്ചില്ല. കേസ് രാഷ്ട്രീയ പ്രേരിതം, തന്നെ കൊണ്ടുനടന്ന് പ്രദർശിപ്പിക്കുവാൻ ശ്രമമെന്നും വാദമുയർന്നു. ഡിസിഷൻ മേക്കേഴ്സായ ചിലർ മാത്രമായിരുന്നു പ്രശ്നം. ആരെയും കുറ്റം പറയുവാൻ ഇഷ്ടമല്ല. കോൺഗ്രസിനൊപ്പമുണ്ടാകും ഐഷ പോറ്റി. മുൻ CPIM MLA ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അംഗത്വം കൈമാറിയത്. തിരുവനന്തപുരത്തെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര വിമർശിച്ചാലും എന്നെ അത് കൂടുതൽ ശക്തയാക്കുകയേ ചെയ്യുന്നുള്ളൂ. ഐഷ പോറ്റിയുടെ അച്ഛൻ പാർട്ടിയിലുണ്ടായ കാലമല്ല ഇപ്പോഴത്തേത്. താനും പ്രസ്ഥാനത്തിന്റെ ഭാഗമായപ്പോഴുള്ള സമയമല്ല ഇപ്പോൾ. ആ വഴിയെല്ലാം മാറി. CPIMലെ കുറച്ച് ഡിസിഷൻ മേക്കേഴ്സായ ചിലർ മാത്രമായിരുന്നു പ്രശ്നം. ആരെയും കുറ്റം പറയുവാൻ ഇഷ്ടമല്ല. വർഗവഞ്ചകയാണെന്ന് പലരും പറയുമെന്നും CPIM തന്നെ ഒരുപാട് സഹായിച്ചെങ്കിലും അതിനേക്കാൾ കൂടുതൽ വിഷമവും തനിക്ക് തന്നിട്ടുണ്ട്. അത് നിലവിൽ പറയുവാൻ താൽപര്യപ്പെടുന്നില്ല. തന്റെ ഇത്രയും നാളത്തെ പ്രവർത്തനമാണ് ഈ നിലയിൽ എത്തിച്ചത്. നാട്ടിലെ പ്രവർത്തകരെല്ലാം ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഖാക്കൾക്ക് വിഷമമുണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും അവർ കോൺഗ്രസ് സമരവേദിയിൽ പറഞ്ഞു. തമിഴ് ജനതയുടെ ശബ്ദം അടിച്ചമർത്തുവാനുള്ള മോദിയുടെ നീക്കം നടക്കില്ല. വിജയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി. ജനനായകൻ സെൻസർ ബോർഡ് വിവാദത്തിൽ വിജയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി. തമിഴ് സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണമാണിത്. തമിഴ് ജനതയുടെ ശബ്ദം അടിച്ചമർത്തുവാനുള്ള മോദിയുടെ നീക്കം നടക്കില്ല. സർട്ടിഫിക്കറ്റ് തടഞ്ഞത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതേസമയം കരൂർ കേസിലെ CBI മൊഴിയെടുപ്പിന് ശേഷം TVK അധ്യക്ഷൻ വിജയ് ചെന്നൈയിലെത്തി. അടുത്തയാഴ്ച വീണ്ടും വിജയ് CBI മുൻപാകെ ഹാജരാകും. പൊങ്കൽ ഉത്സവം കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങണമെന്ന ആവശ്യം CBI അംഗീകരിക്കുകയായിരുന്നു. CBIയുടെ ചോദ്യങ്ങൾക്ക് വിജയ് കൃത്യമായ മറുപടി നൽകിയെന്ന് TVK നേതാവ് CTR നിർമ്മൽ കുമാർ പ്രതികരിച്ചു. വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് ശശി തരൂർ. മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ച് ലേഖനം. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രകീർത്തിച്ച് കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ. മോദി സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ചാണ് ശശി തരൂരിന്റെ ലേഖനം. മോദി സർക്കാരിന്റേത് സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചുള്ള നടപടിയാണെന്നും ലേഖനം. അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞും പ്രശംസയുണ്ട്. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് കേന്ദ്ര സർക്കാർ നടപടികളെ പിന്തുണച്ച് തരൂരിന്റെ ലേഖനം വരുന്നത്. ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഭീഷണി ഒഴിഞ്ഞുപോകുമ്പോൾ എന്ന തലവാചകത്തിൽ മംഗളം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇന്ത്യയിലെ മാവോയിസ്റ്റ് വെല്ലുവിളി കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് നേരിട്ടതെന്നും വ്യക്തമാക്കുന്നുണ്ട്. കാസർഗോഡ് മുസ്ലിം ലീഗ് അംഗം BJPക്ക് വോട്ട് ചെയ്തു. പൈവളികയിൽ BJPക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. കാസർഗോഡ് പൈവളകിയയിൽ മുസ്ലിം ലീഗ് അംഗത്തിന്റെ പിന്തുണയിൽ BJPക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് അംഗം BJPക്ക് വോട്ട് ചെയ്തു. ലീഗ് വോട്ടിന്റെ കൂടെ പിന്തുണയോടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി BJPയുടെ സുമന G ഭട്ട് വിജയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തത്. ആകെ 21 അംഗങ്ങളിൽ UDFന് 9, LDFന് 7, BJPക്ക് 5 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തതോടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ LDFന് ഭൂരിപക്ഷം നഷ്ടമായി. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരത്ത് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിൻ ടാങ്കറിൽ തീപിടുത്തം. തിരുവനന്തപുരത്ത് പെട്രോളുമായി എത്തിയ ഗുഡ്സ് ട്രെയിനിലെ ടാങ്കറിൽ തീപിടുത്തം. സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്നപ്പോഴാണ് തീപിടുത്തമുണ്ടായത്.
പൊതുജനങ്ങളുടെ നിർണായക ഇടപെടലിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായത്. ഉച്ചയ്ക്ക് 12 മണിയോടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. സിഗ്നലിൽ ലഭിക്കുവാനായി നിർത്തിയിട്ടിരുന്ന ഗൂഡ്സ് ട്രെയിനിന്റെ മധ്യഭാഗത്തുള്ള ടാങ്കറിലാണ് തീ പടർന്നത്. നാട്ടുകാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചത്. ലോക്കോ പൈലറ്റ് ആദ്യം വിശ്വസിക്കുവാൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു. റെയിൽവേ അധികൃതർ തീപിടുത്തത്തിന് കാരണം പരിശോധിക്കുന്നുണ്ട്. ഒരു ട്രാക്കിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ആലിയ ഭട്ട് സിനിമയിൽ അവസരങ്ങൾ ഇരന്നു വാങ്ങുന്നുവെന്ന് ആക്ഷേപ പോസ്റ്റ്. ലൈക്ക് അടിച്ച് അനന്യ പാണ്ഡെ. ആലിയ ഭട്ടിന് അടുത്തിടയിൽ ലഭിച്ച സിനിമകളിലെ വേഷങ്ങളെല്ലാം തന്നെ സംവിധായകരോട് ഇരന്നു വാങ്ങിയതാണെന്ന രീതിയിൽ എക്സിൽ പ്രചരിച്ച പോസ്റ്റിന് ലൈക്ക് അടിച്ച് അനന്യ പാണ്ഡെ. ഹക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നടി യാമി ഗൌതമിനെ പ്രശംസിച്ചുകൊണ്ട് ആലിയ ഭട്ട് ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറിക്ക് പ്രതികരണമായിട്ടായിരുന്നു അധിക്ഷേപ പോസ്റ്റ്. ക്വീൻ യാമി, ഹക്കിലെ പ്രധാന ആകർഷണം നിങ്ങളുടെ ക്രാഫ്റ്റായിരുന്നു. എക്കാലത്തെയും മികച്ച ഫീമെയിൽ പ്രകടനങ്ങളിലൊന്നായിരുന്നു അത്. ഫോണിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ഫാനാണ്. ഞങ്ങളെ എന്റർടൈൻ ചെയ്യാനായി വരാനിരിക്കുന്ന നിങ്ങളുടെ എല്ലാ ചിത്രങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. ആലിയ ഭട്ട് കുറിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.